ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫുൾ ജാർ സോഡയുടെ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അല്ലേ. ഇതിന് മെയിനായിട്ട് നമുക്ക് 2 ഗ്ലാസ് വേണം. ഒരു വലിയ ഗ്ലാസും ഒരു ഷോർട്ട് ഗ്ലാസും. വലിയ ഗ്ലാസ് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വൈൻ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. വായു വട്ടമുള്ളൊരു ഗ്ലാസ് ആയിരിക്കണം. ഈ ഷോർട്ട് ഗ്ലാസ് നമുക്കിതിനകത്തേക്ക് ഇടാൻ പറ്റണം. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബോട്ടിൽ നല്ല തണുത്ത സോഡ, 10 മിൻറ്റ് ലീവ്സ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പും. ഇത് 3 ടേബിൾ സ്പൂൺ ഷുഗർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചതാണ് ഞാൻ. ഇനി നമുക്കൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ലെമണിൻ്റെ ജ്യൂസും, പച്ചമുളകും, ഇഞ്ചിയും, മിൻറ്റ് ലീവ്സും, ഉപ്പും, ഷുഗർ സിറപ്പും ആഡ് ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കണം നമുക്കിത്. നല്ലപോലെ അരച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് കൂടി അരിച്ച് മിൻറ്റ് ലൈം കോൺസെൻട്രേറ്റ് ഷോർട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുക. നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ച് അതിന് മുകളിലായിട്ട് നമ്മുടെ ഗ്ലാസ് വെക്കുക. സോഡ ഒഴിക്കുന്നേരം ഇത് പുറത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പ്ലേറ്റ് വെക്കുന്നത്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഫുൾ ജാർ സോഡ ട്രിക്ക് നടക്കാൻ പോകുന്നത്. ഈ കോൺസെൻട്രേറ്റ് നമ്മൾ ഈ സോഡയിലേക്ക് ഇടണം. വാവ്, അപ്പം തന്നെ എടുത്ത് ഒറ്റ വലിക്ക് കുടിക്കുക. നല്ല എരിവും പുളിവും മധുരവും ഉപ്പും ഒക്കെ കലർന്ന നല്ലൊരു ടേസ്റ്റി ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഷോപ്പിങ്ങിന് പോയാൽ അപ്പോൾ സോഡ വാങ്ങാൻ മറക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.